ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എജുപോഡ്. സവിന മിസ് ഹിയർ. വെറും 49 രൂപക്ക് നമുക്ക് 48 മാർക്ക് വാങ്ങിയാലോ? യെസ്, ഈ 48 മാർക്ക് എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടില്ലേ? യെസ്, മിസ് പറയുന്നത് LSS സ്കോളർഷിപ്പ് എക്സാമിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങൾക്കറിയാം, നമ്മളിനി LSS പഠിക്കുന്ന ടൈമായി. നമുക്കിവിടെ ഹാഫ് ഇയർലി എക്സാം ഒക്കെ കഴിഞ്ഞു, ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ വെക്കേഷൻ ടൈമിലാണ്. ഇനി നമ്മൾ LSSനെയാണ് നമ്മൾ കാര്യമായിട്ട് കാണേണ്ടത്. നമ്മൾ ഫെബ്രുവരി 26th എക്സാം നടക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമുക്ക് ആനുവൽ എക്സാമിൻ്റെ കാര്യവും പഠിക്കണം, നമുക്ക് LSSനും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കണം. യെസ്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എജുപോഡിൻ്റെ LSS മിഷൻ LSS ബാച്ച്. ഇത് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 1000 കുട്ടികൾക്ക് 1000 സ്റ്റുഡൻസിന് മാത്രമേ ഈ ഒരു വെറും 49 രൂപയ്ക്ക് എന്തുള്ളൂ LSS ബാച്ച് ലഭിക്കുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അതവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തൊക്കെയാണ് LSSൽ പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് മിസ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് LSS എന്ന് നിങ്ങൾ അറിയണം. ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ്, അതായത് LP തലത്തിൽ ഏറ്റവും വലിയ മക്കളാണ് നിങ്ങളല്ലേ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ. അതിൽ തന്നെ ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള മക്കളാണ് നിങ്ങൾ. അപ്പോൾ മാത്രമേ നിങ്ങൾ എന്തായുള്ളൂ LSSന് സെലക്ട് ആവുള്ളൂ അല്ലേ. ഫസ്റ്റ് തന്നെ മിസ് ഒരു കൺഗ്രാറ്റുലേഷൻസ് പറയാം കേട്ടോ, LSSന് സെലക്ട് ആയ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ആർക്കൊക്കെ LSS എഴുതാം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നോക്കിക്കോ, കേരള സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന ഗവൺമെൻറ്, എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകളിലെ 4ാം തരം വിദ്യാർത്ഥികൾക്ക് എഴുതാം. അതായത് ഒന്നിക്കൽ ഗവൺമെൻറ് സ്കൂളായിരിക്കണം, അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലായിരിക്കണം, അല്ലെങ്കിൽ അൺഎയ്ഡഡ് സ്കൂളുകളിലായിരിക്കണം പഠിക്കുന്നത്. ഇതിൽ തന്നെ 4ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് എഴുതാൻ പറ്റുക. അതും 4ാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും എഴുതാൻ പറ്റുമോ? ഇല്ല, LSSന് സെലക്ട് ആയ ആൾക്കാർക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ആർക്കൊക്കെ എഴുതാം? പാദവാർഷിക പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A ഗ്രേഡ് നേടിയവർ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓണം എക്സാമിന് എല്ലാ വിഷയത്തിലും A ഗ്രേഡ് നേടിയവർക്കാണ് എന്ത് ചെയ്യേണ്ടത്, LSS എഴുതാൻ പറ്റുക. അവർക്കാണ് LSS എഴുതാനുള്ള ചാൻസ് കിട്ടുക. ഇനി ചില സ്കൂളുകളിൽ ഇത് നമ്മൾ ഈ ഹാഫ് ഇയർലി എക്സാമിൻ്റെ മാർക്കും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഇനിയിപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും മക്കൾക്ക് LSS എഴുതാൻ ആഗ്രഹമുണ്ട്, LSS എഴുതാൻ ആഗ്രഹമുണ്ട്, ബട്ട് നിങ്ങൾക്ക് എന്താണ് ചാൻസ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് പാരൻസിനോട് നമ്മൾ ടീച്ചേഴ്സിനെ വിളിക്കാൻ പറയാം, ഒന്ന് സംസാരിച്ച് നോക്കാൻ പറയാം. ഒരു ചാൻസ് അല്ലേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ആ ചാൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എങ്ങനെയായാലും നിങ്ങൾ ആ ഒരു LSS വാങ്ങാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, A ഗ്രേഡ് നേടിയവർ അല്ലേ, ഓണം എക്സാമിന് A ഗ്രേഡ് നേടിയവർക്കാണ് എന്ത് ചെയ്യുക, LSS എഴുതാൻ വേണ്ടി പറ്റുക. ഇനി നമ്മൾ നോക്കുന്നത് നമുക്ക് എത്ര പേപ്പേഴ്സാണ്, നമുക്ക് 2 പേപ്പറുകളാണ്. അതായത് രാവിലെ ടു ഉച്ചയും പിന്നെ ഉച്ചയ്ക്ക് ശേഷവുമായിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാം നടക്കുക. പേപ്പർ 1, പേപ്പർ 2. ഓക്കെ, ഈ പേപ്പർ 1ൽ തന്നെ ഈ പേപ്പർ 1 നമ്മൾ 3 ഭാഗമാക്കി തിരിക്കും. ഒന്ന് പാർട്ട് A, പാർട്ട് B, പാർട്ട് C. ഈ പാർട്ട് A എന്ന് പറഞ്ഞാൽ മലയാളമാണ്. മലയാളം വെറും 20 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇനി പാർട്ട് B ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് വെറും 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക. പാർട്ട് C GK, അതായത് ജനറൽ നോളേജ്. അതിൻ്റെ കൂടെ നിങ്ങൾ കറണ്ട് അഫയേഴ്സും കൂടി പഠിക്കണം. GK ആണ്, വെറും 10 മാർക്കിനെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അപ്പം ടോട്ടൽ നമ്മൾ പാർട്ട് A അല്ലെ, ടോട്ടൽ നമ്മളെ പേപ്പർ 1ലെ മാർക്ക് എന്ന് പറയുന്നത് 40 ആണ് കേട്ടോ. ടോട്ടൽ മാർക്ക് 40. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളെ സെക്കൻഡ് പേപ്പർ 2 ഉച്ചയ്ക്ക് ശേഷം പേപ്പർ 2 ആണ്. ഇതിന് നമുക്ക് പാർട്ട് A, പാർട്ട് B ആയിട്ടിരിക്കാം. പാർട്ട് A എന്ന് പറഞ്ഞാൽ ഇതാണ്, EVS ആണ്. EVSൽ 20 മാർക്കാണ്. പാർട്ട് B മാത്സ് ആണ്. മാത്സിൽ 20 മാർക്കാണ്. ഇവിടെയും 40 മാർക്കാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ടോട്ടൽ നമ്മളെ എക്സാം നടക്കുന്നത് 80 മാർക്കിലാണ്. ടോട്ടൽ നമ്മളെ എക്സാം നടക്കുന്നത് 80 മാർക്കിലാണ്. എന്നാൽ നിങ്ങൾ വെറും 48 മാർക്കിന് മുകളിലേക്ക് വാങ്ങാം. 48 മാർക്കിന് മുകളിലേക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് LSS കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് 80ൻ്റെ പകുതിയാണ് 40 അല്ലേ. കുറച്ച് കൂടുതലും കൂടി വാങ്ങിക്കഴിഞ്ഞാൽ എന്താണ്, LSS കിട്ടി. അത്രക്കും സിമ്പിളാണ്. മനസ്സിലായോ? അത്ര മാർക്കേ നിങ്ങൾ വാങ്ങേണ്ടേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക. ഇനി നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, മിസ് എന്താ പഠിക്കേണ്ടത്? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അതാണ് അതിൻ്റെ മെയിൻ പോയിന്റ്. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുക. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുറത്തുനിന്നും പഠിക്കണം. മനസ്സിലായോ? അപ്പോഴും മാത്രമേ സ്കോളർഷിപ്പ് കിട്ടുള്ളൂ. വെറും ടെക്സ്റ്റ് ബുക്ക് പഠിച്ചുകൊണ്ട് മാത്രം സ്കോളർഷിപ്പ് കിട്ടില്ല. അപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എജുപോഡിൻ്റെ മിഷൻ LSS.
ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ആർക്കും പഠിക്കാൻ പറ്റും. ബട്ട് അങ്ങനെയല്ല, സ്കോളർഷിപ്പ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എജുപോർട്ടിൻ്റെ മിഷൻ LSS. ഇനി നിങ്ങൾ എന്തിനേയും മിഷൻ LSS ചൂസ് ചെയ്യണം, ഇവിടെ എന്തൊക്കെ കിട്ടുക എന്നുള്ള കാര്യം മിസ് പറഞ്ഞുതരാം. നോക്കിക്കോ, 100+ ക്ലാസ് ഹവേഴ്സ്, അതായത് നമുക്ക് നമ്മളെ ആപ്പിൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. നിങ്ങൾ എല്ലാ ചാപ്റ്ററും നമ്മളെ ആപ്പിൽ റെക്കോർഡഡ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ 49 ലൈവ് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ലൈവ്, അതായത് സൂം ലൈവുകളാണ് നടത്തുക. മിസ്സും മക്കളും മാത്രം ഉണ്ടാവുന്ന സൂം ലൈവുകളാണ് നടത്തുക. അപ്പോൾ 49 ലൈവുകൾ ഉണ്ടാകും. ഓക്കെ, മാക്സിമം ഒരു ദിവസം 2 ലൈവ് വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇനി ഇടേണ്ടി വരും. ഓക്കെ, ഇനി എക്സാം ഫോക്കസ്ഡ് ഫുൾ ടെസ്റ്റ്, അതായത് നിങ്ങൾ എക്സാം, അതായത് നിങ്ങൾ ഈ LSS എക്സാമിന് പോകുന്നതിന് മുന്നേ നമ്മൾ എജുപോർട്ട് 5 ടൈപ്പ് 5 മോഡൽ ക്വസ്റ്റ്യൻസ് കേട്ടോ, ഈ LSSൻ്റെ 5 മോഡൽ എക്സാംസ് നമ്മൾ നടത്തുന്നതായിരിക്കും. ഓക്കെ, അതിലുപരി നിങ്ങൾക്ക് എന്തുണ്ടാകും, മാത്സ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, ജനറൽ നോളജ്, പിന്നെ എന്താണ് EVS, ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ ഉണ്ടാവാം. ഓക്കെ, നമ്മളെ ഈ ഒരു LSSൽ പഠിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ GKൻ്റെ കൂടെ, ജനറൽ നോളജിൻ്റെ കൂടെ നമ്മൾ കറണ്ട് അഫയേഴ്സും കൂടെ എന്തായിരിക്കും പഠിക്കുന്നതായിരിക്കും. റെഡി അല്ലേ? ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് PYQ സെക്ഷൻസ്, സ്റ്റഡി നോട്ട്സ്, പിന്നെ ഡെയിലി ക്വസ്റ്റ്യൻസ് ഇൻ വാട്സപ്പ് ചാനലിലൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഡെയിലി ക്വസ്റ്റ്യൻസ് വാട്സപ്പ് ചാനലിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത്രയും എന്ത് ചെയ്യും, നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. നമ്മളെ മിഷൻ LSSൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ഇനി പുറത്തുനിന്ന് നിങ്ങൾ എവിടെയും ഒന്നും തേടി പോകണ്ട. കൂടാതെ യൂട്യൂബ് ലൈവുകൾ ഉണ്ടാവും. ഇനി നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, മിസ്സേ യൂട്യൂബ് ലൈവ് ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടാൽ പോരെ? മക്കളൊന്ന് മനസ്സിലാക്കണം, മിസ്സ് സിൻസിയറായിട്ടും നല്ല ഓപ്പൺ ആയിട്ടും പറയാണ്, യൂട്യൂബ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ ഒത്തിരി ടൈമൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ലൈവ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം മിസ് തന്നെ പറഞ്ഞു, സൂം ലൈവുകൾ 2 ലൈവൊക്കെ ഡെയിലി ഉണ്ടാവും എന്നുള്ള കാര്യം. അപ്പോൾ ഈ 2 ലൈവുകളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ യൂട്യൂബിലൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ മിഷൻ LSS പർച്ചേസ് ചെയ്യുന്നതിൻ്റെ കുറേ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ ഓരോ ഫാക്കൽറ്റീസിൻ്റെയും നമ്പർ നമ്മൾ തരും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്പറിലൂടെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആരൊക്കെയാണ് ഫാക്കൽറ്റീസ് എന്നുള്ള കാര്യമാണ്. യെസ്, ഇത് മിസ്സാണല്ലേ, മിസ്സ് മാത്സ് ആണ് കേട്ടോ എടുക്കുന്നത്. മിസ്സ് മാത്സ് ആണ്. ഇത് നമ്മൾ ആയിഷ മിസ്സാണ്. ആയിഷ മിസ് എന്താ എടുക്കുന്നത്, EVS ആണ്. നമ്മൾ ആകാശ് സാറാണ്. ആകാശ് സാർ എടുക്കുന്നത് എന്താണ്, മലയാളം, അതുപോലെ തന്നെ EVS എടുക്കും കേട്ടോ. ദെൻ ഇത് നമ്മൾ മാധവ് സാറാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. മാധവ് സാറ് ഇംഗ്ലീഷാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. ഇനി വരുന്നത് GK കറണ്ട് അഫയേഴ്സ്, അതൊക്കെ മിസ് തന്നെ എടുക്കുന്നത് കേട്ടോ. എന്താ നമ്മൾ GK അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഒക്കെ എന്താണ് മിസ് തന്നെയായിരിക്കും എടുക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പം നമ്മളെ എപ്പോഴാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ വരുന്ന ജനുവരി 8 തേഴ്സ്ഡേ ആണ് നമ്മളെ ബാച്ച് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. വെറും എത്ര രൂപക്കാണ്, 49 രൂപക്കാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമാണ്, അതായത് ഫസ്റ്റ് വരുന്ന 1000 കുട്ടികൾക്ക് 1000 സ്റ്റുഡൻസിന് മാത്രമേ ഈ 49 രൂപക്ക് കിട്ടുള്ളൂ. അല്ല, നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു ചോക്ലേറ്റ് വാങ്ങുന്ന പൈസക്കാണ് അല്ലേ, ഒന്ന് ആലോചിച്ചൊക്കെ ഒരു ചോക്ലേറ്റ് വാങ്ങുന്ന പൈസക്കാണ് നമ്മൾ LSS വാങ്ങുന്നത്. മറക്കരുത്, വെറും 49 രൂപയാന്ന് വെച്ചിട്ട് ക്ലാസ് എന്തായിരിക്കും, അടിപൊളി ക്ലാസ്സിലായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കുക. ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. എല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് തന്നെ ജോയിൻ ചെയ്യാം. ഈ വീഡിയോന് താഴെ ഒരു ലിങ്ക് കാണുന്നുണ്ടോ, നിങ്ങൾ പേയ്മെൻറ്റ് ലിങ്ക് കാണുന്നുണ്ടോ, LSS മിഷൻ LSS എന്ന് പറഞ്ഞിട്ടുള്ള ആ പേയ്മെൻറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആ പേയ്മെൻറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പേയ്മെൻറ്റിലേക്കാണ് പോവുക. അപ്പോൾ 49 രൂപ അടക്കുക. ഈ 49 രൂപ അടച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. ഇനി ആ ഒരു വാട്സപ്പിലേക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, എജുപോർട്ടിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ലോഗിൻ എന്നൊക്കെ ഉണ്ടാകും, പേര് കൊടുക്കുക, നമ്പറൊക്കെ കൊടുക്കുക. ഈ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് നമ്പറിൽ നിന്നാണോ പേയ്മെൻറ്റ് ചെയ്തത് ആ നമ്പർ തന്നെ കൊടുക്കണം. ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങളെ അമ്മക്ക് എന്തില്ല, ഗൂഗിൾ പേ ഇല്ല, നിങ്ങൾ വേറൊരാളെ നമ്പർ വെച്ചിട്ടാണ് ഗൂഗിൾ പേ ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ലോഗിൻ ചെയ്യുമ്പം ആ ആളെ നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ആളെ നമ്പറിലേക്ക് ഒരു 4 ഡിജിറ്റ് അല്ലെങ്കിൽ 6 ഡിജിറ്റ് OTP വരും. OTP എന്ത് ചെയ്യുക, ഇത് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളെ മൊബൈലിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് കാണാൻ പറ്റും, യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ പേയ്മെൻറ്റ് ലിങ്ക് വഴി എന്ത് ചെയ്യുക, വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. മക്കളെ മറക്കണ്ട, ഈ വീഡിയോ ഇപ്പം തന്നെ എന്തായിരിക്കും, ഒത്തിരി സ്റ്റുഡൻസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും അല്ലേ. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ എത്രയോ കുട്ടികളുണ്ട്. അപ്പോൾ ഫസ്റ്റ് 1000 പേർക്ക് മാത്രമേ 49 രൂപ എന്നുള്ളത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഗെറ്റ് റെഡി. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിതാ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. മറക്കണ്ട, ജനുവരി 8 കേട്ടോ. എപ്പോഴാണടാ, ജനുവരി 8 തേഴ്സ്ഡേ ആണ്
നമ്മളെ ഫസ്റ്റ് നമുക്ക് ഒരു സെഷൻ ഉണ്ട്, പാരൻസിന് വേണ്ടിയുള്ള ഒരു സെഷൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് മിസ്സിൻ്റെ ലൈവ് ആയിക്കോട്ടെ വരിക. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കണം. നിങ്ങൾ കുറച്ച് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. മിസ് തന്നെ പറഞ്ഞു ഒരു ദിവസം നമുക്ക് 2-3 ലൈവുകളൊക്കെ വരും. ഓക്കെ, അപ്പോൾ അടിപൊളി ക്ലാസ് ആയിരിക്കും, മറക്കണ്ട, വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇനി മിസ് ഒരു കാര്യം പറയട്ടെ, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ചെറിയ ഷോർട്ട് വീഡിയോസ്, അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ, അടുത്ത ക്ലാസ് കാണാം കേട്ടോ. സി യു.